അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇല ഖനാത്തി. പ്രിയ കുട്ടികളെ, 7ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് പ്രവർത്തനം നോക്കാം. നഖ്റഉൽ ഖിസ്വ, കഥ നമുക്ക് വായിക്കാം. വനുജീബു, നമുക്ക് ഉത്തരം നൽകാം. അനിൽ അസ്ഇലത്തി താലിയ, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക്. റാത്ത സ്വബാഹിൻ, ഒരു ദിവസം രാവിലെ. തോറ ഉസ്ഫൂറുൻ, കുരുവി പറന്നു. മിൻ ഉഷിഹി, അവന്റെ കൂട്ടിൽ നിന്നും കുരുവി പറന്നു. ജാഇഅൻ, വിശക്കുന്നവനായിട്ട്. ബദഅ യബ്ഹസു, അവൻ അന്വേഷിക്കാൻ തുടങ്ങി. അത്അമ, ഭക്ഷണം. വതോറ ബഈദൻ, വളരെ വിദൂരത്തേക്ക് അവൻ പറന്നു പോവുകയും ചെയ്തു. ഫറഅ, അപ്പോൾ അവൻ കണ്ടു. തത്തയെ, ബബ്ഉഅ, തത്തയെ കണ്ടു. ഫി കഫസിൻ ജമീലിൻ, ഭംഗിയുള്ള ഒരു കൂട്ടില് തത്തയെ അവൻ കണ്ടു. ലദൈഹ, അവന്റെ അടുക്കലുണ്ട്. ത്വആമുൻ, ഭക്ഷണം. വശറാബുൻ, പാനീയവും. കസീറുൻ, ധാരാളമായിട്ട്. കാലൽ ഉസ്ഫൂറു, കുരുവി പറഞ്ഞു. മാ അജ്മല ഹയാത്തിക, നിന്റെ ജീവിതം എത്ര മനോഹരമാണ്. ലദൈക്കി, നിന്റെ അടുക്കലുണ്ട്. ത്വആമുൻ കസീറുൻ, ധാരാളം ഭക്ഷണങ്ങളുണ്ട്. തഅകുലീന, നീ തിന്നുന്നു. വതശ്റബീന, നീ കുടിക്കുകയും ചെയ്യുന്നു. റഅദൻ, സമൃദ്ധമായിട്ട്. കാലത്തിൽ ബബ്ഉ, തത്ത പറഞ്ഞു. ബിഉസ്നിൻ, ദുഃഖത്തോടെ പറയുകയാണ്. ലദയ്യ ത്വആമുൻ കസീറുൻ, എന്റെ അടുക്കൽ ധാരാളം ഭക്ഷണങ്ങളുണ്ട്. വലാഖിൻ, എന്നാൽ. അന സജീനുൻ, ഞാൻ ജയിൽ പുള്ളിയാണ്, ഞാൻ തടങ്കലിലാണ്. ലാ അസ്തതിഉ, എനിക്ക് സാധിക്കുകയില്ല. അൻ അതീറ മിസ്ലക, നിന്നെ പോലെ പറക്കാൻ സാധിക്കില്ല, ഞാൻ തടവിൽ പെട്ടിരിക്കുകയാണ്. അൽ ഹുരിയത്തു, സ്വാതന്ത്ര്യമാണ്. ഹിയ സആദ, അതാണ് സൗഭാഗ്യം എന്നത്, സ്വാതന്ത്ര്യമാണ്. ലി അൻ അജുഅ, ഞാൻ സ്വതന്ത്രനായിരിക്കെ വിശക്കുന്നവനാവലാണ്. അഹബ്ബു ഇലയ്യ, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടം. മിൻ അൻ യശ്ബഅ, വയറ് നിറയുന്നതിനേക്കാൾ. വ അൻ സജീനുൻ, ഞാൻ തടവിലടക്കപ്പെട്ടുകൊണ്ട് വയറ് നിറച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ സ്വതന്ത്രനായിരിക്കെ വിശന്നിരിക്കുന്നവനാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. ആരും തന്നെ തടവിലടക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഇതിൽ നിന്നുള്ള മെസ്സേജ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലിമാ ഖറജൽ ഉസ്ഫൂറു, കുരുവി പുറപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? മിൻ ഉഷിഹി, തന്റെ കൂട്ടിൽ നിന്നും പുറപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? തൊലബൻ ലി സ്വദീഖിഹി, തന്റെ കൂട്ടുകാരനെ അന്വേഷിക്കാനാണോ? തൊലബൻ ലി ത്വആമിഹി, ഭക്ഷണം അന്വേഷിക്കാനാണോ? തൊലബൻ ലി ഉമ്മിഹി, ഉമ്മയെ അന്വേഷിക്കാനാണോ? ആൻസർ ബ ആണ്. തൊലബൻ ലി ത്വആമിഹി, ഭക്ഷണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മാദാ റഅൽ ഉസ്ഫൂറു ഫിൽ കഫസി, കൂട്ടിൽ കുരുവി കണ്ടത് എന്താണ്? ഹമാമത്തൻ, പ്രാവിനെയാണോ? ഉസ്ഫൂറൻ, കുരുവിയെയാണോ? ബബ്ഉഅൻ, തത്തയെയാണോ? എന്തിനെയാണ് കൂട്ടിൽ കണ്ടത്? ബബ്ഉ ആണ് ആൻസർ. ജീം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മാ ഹിയ സആദത്തു ഫീ നളിരിൽ ബബ്ഉഇ, സൗഭാഗ്യം എന്നത് തത്തയുടെ കാഴ്ചപ്പാടിൽ എന്താണ്? ത്വആമുൻ, ഭക്ഷണം കിട്ടലാണോ? അൽ ഹുരിയ, സ്വാതന്ത്ര്യമാണോ? സിജ്ന്, തടവാണോ? ആൻസർ ബ ആണ്. അൽ ഹുരിയത്തു, സ്വാതന്ത്ര്യമാണ് സൗഭാഗ്യം എന്നാണ് തത്തയുടെ അഭിപ്രായം. നാലാമത്തെ ക്വസ്റ്റ്യൻ. മിൻ ഐന, എവിടെ നിന്നാണ്? തോറൽ ഉസ്ഫൂറു, കുരുവി പറന്നത്. മിനൽ ഉഷി, പക്ഷിക്കൂട്ടിൽ നിന്നാണോ? മിനൽ കഫസി, തത്തക്കൂട്ടിൽ നിന്നാണോ? മിന ഷജറത്തി, മരത്തിൽ നിന്നാണോ? മിനൽ ഉഷി, പക്ഷിക്കൂട്ടിൽ നിന്നാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഉക്തുബ്, നീ എഴുതണം. ഉൻവാനൻ മുനാസിബ, യോജിച്ച ഒരു ഹെഡിങ്. ലി ആദിഹിൽ ഖിസ്സ, ഈ കഥക്ക് യോജിച്ച ഒരു ഹെഡിങ് എഴുതണം. അൽ ഹുരിയത്തു ഹിയ സആദ, സ്വാതന്ത്ര്യമാണ് സൗഭാഗ്യം എന്നെഴുതാം. അൽ ഉസ്ഫൂറു വൽ ബബ്ഉ എന്നും വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെഡിങ് അവിടെ കൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. നക്തുബുൽ മുഫക്കിറ, നമുക്ക് ഡയറി എഴുതാം.
നബീലുൻ വലതുൻ ഒരാൺകുട്ടിയാണ്. യുഹിബുൽ ഹയവാനാത്തി വത്തുയൂറ പക്ഷികളെയും മൃഗങ്ങളെയും അവൻ ഇഷ്ടപ്പെടുന്നു. യൗമൻ ഒരു ദിവസം ഖറജ അവൻ നബീൽ പുറപ്പെട്ടു മഅവാലിദിഹി അവന്റെ ഉപ്പയുടെ കൂടെ ലിസിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി ഹദീഖത്തിൽ ഹയവാനാത്ത് മൃഗശാല സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടു. റഅ ഫിഹ അവിടെ വെച്ചവൻ കണ്ടു മുഖ്തലിഫൽ ഹയവാനാത്തി വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളെ. മിസ്ലൽ അസദി മിസ്ല പോലെ ഏതൊക്കെയാണ് കണ്ടത്? അൽ അസദ് സിംഹം, വന്നമിർ പുലി, വൽഫീലി ആനയെയും, വസ്സറാഫ ജിറാഫിനെയും, വൽകിർദ് കുരങ്ങനെയും, വതുയൂറൻ പക്ഷികളെയും കണ്ടു. മുതനവ്വിഅതൻ വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളെയും കണ്ടു. മിസ്ല തോവൂസി മയിലിനെയും, വന്നആമ ഒട്ടകപ്പക്ഷിയെയും, വൽഹമാമത്തി പ്രാവിനെയും, വൽബവോ ഈ തത്തയെയും. വഫി തിൽക്കൽ ലൈലത്തി ആ രാത്രിയിലെ അറാദ നബീലുൻ നബീൽ ഉദ്ദേശിച്ചു അൻ യക്തുബ എഴുതാൻ മുഫക്കിറത്തൻ ഒരു ഡയറി. ഹയ്യ വരൂ നുസാഇദുഹു നമുക്കവനെ സഹായിക്കാം. ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് നിർബന്ധമായിട്ടും എന്താണ് എഴുതേണ്ടത്? ഏത് ദിവസമാണോ അത് എഴുതണം. അതുപോലെ തന്നെ മന്ത്, ഇയർ, ഡേറ്റ് കൃത്യമായി എഴുതുക. ഇവിടെ 2025 ജനുവരി 20 ഇത് എഴുതുന്നത്. അൽയൗം ഇന്ന് അനമസ്റൂറുൻ ജിദ്ദൻ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഖറജ്തു ഞാൻ പുറപ്പെട്ടു മഅവാലിദി എൻ്റെ ഉപ്പയുടെ കൂടെ. ബാക്കി നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. എങ്ങനെ ബാക്കി ഫിൽ ചെയ്യാം നോക്കൂ. ലിസിയാറത്തി സന്ദർശിക്കാൻ വേണ്ടി ഹദീഖത്തുൽ ഹയവാനാത്ത് മൃഗശാല സന്ദർശിക്കാൻ വേണ്ടി ഉപ്പയുടെ കൂടെ ഞാൻ പുറപ്പെട്ടു. റഅയ്തു ഫിഹ അവിടെ ഞാൻ കണ്ടു മുഖ്തലിഫൽ ഹയവാനാത്തി വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളെ. മിസ്ലൽ അസദി വന്നമിരി വൽഫീലി വസ്സറാഫത്തി വൽകിർദി കുരങ്ങനെയും, ജിറാഫിനെയും, ഫീലിനെയും, പുലിയെയും, സിംഹത്തെയും ഒക്കെ ഞാൻ കണ്ടു. വറഅയ്തു ഐളൻ വീണ്ടും ഞാൻ കണ്ടു തുയൂറൻ മുതനവ്വിഅ വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളെ. മിസ്ല തോവൂസി വന്നആമത്തി ഒട്ടകപ്പക്ഷിയെയും, വൽഹമാമത്തി പ്രാവിനെയും, വൽബബോ ഈ തത്തയെയും ഒക്കെ കണ്ടു. അത്തമന്ന ഞാൻ ആഗ്രഹിക്കുന്നു അൻ അസൂറ സന്ദർശിക്കാൻ അൽ ഹദീഖത ആ മൃഗശാല മറത്തൻ ഉഖ്റ മറ്റൊരു പ്രാവശ്യവും, കരീബൻ അടുത്ത ഒരു ദിവസം ഞാൻ വീണ്ടും ഈ മൃഗശാല ഒന്നുകൂടി സന്ദർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ വക ഈ ഡയറി ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. അടുത്ത പ്രവർത്തനം നോക്കാം. നെഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം മിനൽ ഫിക്രത്തി പാരഗ്രാഫിൽ നിന്നും അത്താലിയ താഴെ കൊടുത്ത പാരഗ്രാഫിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കണം. അൽ മുലാഫ മുലാഫിനെയും, വൽ മുലാഫൽ ഇലൈഹി മുലാഫുൻ ഇലൈഹിയെയും. വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഇവിടെ മുലാഫ് മുലാഫുൻ ഇലൈഹി നിങ്ങൾ എടുത്തെഴുതണം. ആദ്യം ഇതിലെന്താണ് കൊടുത്തിരിക്കുന്നത് ഈ പാരഗ്രാഫിൽ എന്ന് നോക്കൂ. വഫി തിൽക്കൽ ലൈലത്തി ആ രാത്രിയില് റഅ നബീലുൻ നബീൽ കണ്ടു ഫിൽ മനാമി ഉറക്കത്തിലെ ഹദീഖത്തൽ ഹയവാനാത്തി മൃഗശാല ഉറക്കത്തിൽ അവന് സ്വപ്നത്തിൽ കാണുകയാണ്. തഅജ്ജബ നബീലുൻ നബീൽ അത്ഭുതപ്പെട്ടു മിൻ റുഇയത്തി കാഴ്ചയിൽ നിന്നും, ലിബദിൽ അസദി സിംഹത്തിന്റെ സടയും, വഹുർത്തൂമിൽ ഫീലി ആനയുടെ തുമ്പിക്കൈയും, വ ഉനുക്കിൽ സറാഫത്തി ജിറാഫിന്റെ കഴുത്തും, വരീഷിത്തോവൂസി മയിലിന്റെ തൂവലും, വസാക്കിന്ന ആമത്തി ഒട്ടകപ്പക്ഷിയുടെ കാലും, വ ഒയ്രിഹ അവയല്ലാത്തതും സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവന് അത്ഭുതം തോന്നി. ഇതിൽ നിന്നും നിങ്ങൾ മുലാഫ് മുലാഫുൻ ഇലൈഹി വേർഡുകൾ വേർതിരിച്ചെഴുതണം. നമ്മൾ പഠിച്ചതാണ് മുലാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്മാണ്, മുലാഫുൻ ഇലൈഹിയും ഇസ്മാണ്. മുലാഫ് ഇസ്മുൻ ഉലീഫു ഇല ഇസ്മിൻ ആഖർ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കപ്പെടുന്നതിനെയാണ് മുലാഫ് എന്ന് പറയുക. ആ ചേർക്കപ്പെട്ട ഇസ്മിനെ ഏതിലേക്കാണോ ചേർക്കപ്പെടുന്നത് അതിനെ മുലാഫുൻ ഇലൈഹി എന്ന് പറയുന്നു.
ഈ രണ്ടാമതായിട്ട് വരുന്ന ഇസ്മിന് മുലാഫുൻ ഇലൈഹിക്ക് എപ്പോഴും ജെറ് കെസ്റ് നിർബന്ധമാണ്. ആ രണ്ട് ഇസ്മുകളും തമ്മിൽ ചേർക്കൽ മൂലം ഇന്ത്യയുടെ എന്ന അർത്ഥം കിട്ടുന്നു. നോക്കൂ, ഇവിടെ അങ്ങനെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മുലാഫായിട്ട് വന്നത് ലിബദു എന്നാണ്. ലിബദിനെയാണ്, സടയെയാണ് ചേർത്തത് ഏതിലേക്ക്? അൽ അസദി, സിംഹത്തിലേക്ക്. അതുകൊണ്ട് തന്നെ സിംഹം എന്നത് ഇവിടെ മുലാഫുൻ ഇലൈഹിയാണ്, അതുപോലെ തന്നെ ജെറുമാണ്. പിന്നെ മുലാഫുൻ ഇലൈഹിയില് ഒന്നുകിൽ അലിഫ്ലാമും തെൻവീനും ഒന്നിച്ച് വരാൻ പാടില്ല. അലിഫ്ലാം ഉണ്ടെങ്കിൽ തെൻവീൻ കളയണം, തെൻവീൻ ഉണ്ടെങ്കിൽ അലിഫ്ലാം കളയണം. ഏതെങ്കിലും ഒന്നേ വരാൻ പാടുകയുള്ളൂ, രണ്ടും ഒന്നിച്ച് വരാൻ പാടില്ല. നോക്കൂ, ലിബദുൽ അസദി, സിംഹത്തിന്റെ സട, ഇന്ത്യയുടെ എന്നർത്ഥം ലഭിച്ചു. ഇന്ത്യ എന്നർത്ഥം ഇവിടെ ലഭിച്ചു. അതുപോലെ അടുത്തത് ഏതെഴുതാൻ പറ്റും? ഖുർത്തൂമുൽ ഫീലി, ആനയുടെ തുമ്പിക്കൈ. ഖുർത്തൂം എന്നതാണ് ഇവിടെ മുലാഫായിട്ട് വരുന്നത്. ഫീലി, അൽ ഫീലി എന്ന് വരുന്നതാണ് മുലാഫുൻ ഇലൈഹി. മുലാഫുൻ ഇലൈഹിയെ എളുപ്പത്തിൽ മനസ്സിലാക്കാന് ലാസ്റ്റ് ഇസ്മിന്റെ ലാസ്റ്റില് ആ ഇസ്മിന് കെസ്റായിരിക്കും. ഒന്നുകിൽ അലിഫ്ലാം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ തൻവീൻ ഉണ്ടായിരിക്കും. അടുത്തത് നോക്കൂ, ഉനുക്കി സിറാഫത്തി. ഉനുക്ക് എന്നത് ഇവിടെ കഴുത്ത് എന്നത് മുലാഫാണ്. സറാഫത്തിലേക്കാണ് കഴുത്തിനെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സറാഫത്ത് മുലാഫുൻ ഇലൈഹിയാണ്. രീഷി തോവൂസി എന്നാണ് അടുത്തത്. അതിൽ രീഷി എന്നത് മുലാഫാണ്, തോവൂസ് എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. സാക്കുന്ന ആമത്തി, ഇവിടെ സാക്ക്, കാല് എന്നത് മുലാഫാണ്, കാലിനെ ചേർത്ത ഒട്ടകപ്പക്ഷിയുടെ കാല്, യുടെ എന്നർത്ഥം ഇവിടെ വന്നു. സാക്കിന്ന ആമത്താണ് ഇവിടെ മുലാഫുൻ ഇലൈഹി ആയിട്ട് വരുന്നത്. നിങ്ങൾ മുലാഫുൻ ഇലൈഹിക്ക് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്തി പഠിക്കണം. എക്സാമിന് വരുന്ന പ്രവർത്തനമാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. നാലാമത്തെ പ്രവർത്തനം നോക്കാം. നുലാഹിലു, നമുക്ക് നിരീക്ഷിക്കാം. അൽ കലിമാത്തി, പദങ്ങളെ. വനുക്കമ്മിലു, നമുക്ക് ഫില്ല് ചെയ്യാം. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഇവിടെ ഏതാനും ചില ഭാഗത്ത് ജംഅ് എഴുതിയിട്ടുണ്ട്, ചില ഭാഗത്ത് മുഫ്രദ് എഴുതിയിട്ടുണ്ട്, ചില സ്ഥലത്ത് വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയ ഭാഗം ഫില്ല് ചെയ്യണം. ഹാജത്തുൻ, ആവശ്യം. ജംഅ് ഹവാഇജുൻ, ആവശ്യങ്ങൾ. ഷഅബ്, സമുദായം, അത് മുഫ്രദാണ്, അതിൻ്റെ ജം ആണ് എഴുതേണ്ടത്. ഷഅബുൻ ജംഅ് ശുഊബുൻ, സമുദായങ്ങൾ. അഴിയാദ് കൊടുത്തിട്ടുണ്ട്, ആഘോഷങ്ങൾ. ഈദുൻ ജം ആണ്, അഴിയാദുൻ, അഴിയാദ്, ആഘോഷങ്ങള്. കബായിലുൻ, ഗോത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കബീലത്തിന്റെ ജമ്മാണ് കബായിലു, ഗോത്രങ്ങള്. സിലാഹുൻ, ആയുധം. അസ്ലിഹത്തുൻ, ആയുധങ്ങൾ. കെബീറുൻ, വലിയത്. കിബാറുൻ എന്നാണ് അതിന്റെ ജംഅ് വരിക. അതിൽ തന്നെ പ്രവർത്തനം. നുകെമ്മിലു, നമുക്ക് ഫില്ല് ചെയ്യാം. ബി ഇസ്തിആനത്തിൽ കലിമാത്തി ഫിദ്ദാഇറത്തി, വൃത്തത്തിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സുകളുടെ സഹായത്തോടെ നമുക്ക് ഇട്ട ഭാഗം ഫില്ല് ചെയ്യാം. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ. ഏതാനും മുലാരി ആയ ഫിയലുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, തക്തുബു, അവൾ എഴുതുന്നു അല്ലെങ്കിൽ നീ എഴുതുന്നു എന്നാണ് അർത്ഥം വരിക. അത്ബഹു, ഞാൻ പാചകം ചെയ്യുന്നു. തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യുന്നു. നെറൂഹു, നമുക്ക് പോകാം. തസ്ബഹു, അവൾ നീന്തുന്നു അല്ലെങ്കിൽ നീ നീന്തുന്നു എന്നർത്ഥത്തിൽ വരും. എൽ അബു, അവൻ കളിക്കുന്നു. ഇവിടെ ഏതാനും ലൊമീറുകൾ കൊടുത്തിട്ടുണ്ട്. അവയ്ക്ക് യോജിച്ച മുലാരി ആയ വേർഡ് ഇതിലേതാണോ വരുന്നത് അതവിടെ എഴുതണം. ഹിയ, അവൾ എന്ന ലൊമീറിന് യോജിച്ച് വരുന്നതാണ് തസ്ബഹു, അതവിടെ കൊടുത്തിട്ടുണ്ട്. അവൾ നീന്തുന്നു. ഇനി അൻത, നീ എന്ന ലൊമീറിനെ ഇവിടെ വൃത്തദായിറത്തിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സിൽ ഏതാണോ യോജിച്ചത് അവിടെ എഴുതണം. അൻത, നീ. തക്തുബു, നീ എഴുതുന്നു. തക്തുബു എന്ന വേർഡ് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. അവൾ എഴുതുന്നു അല്ലെങ്കിൽ നീ എഴുതുന്നു എന്നും ഉപയോഗിക്കും. അന, ഞാൻ.
അന എന്നതിന് അത്ബഹു ഞാൻ പാചകം ചെയ്യുന്നു, നെഹ്നു ഞങ്ങൾ, നൂന് കൊണ്ടാണ് മുളാരിയായ വേർഡ് തുടങ്ങേണ്ടത്, നെറൂഹു ഞങ്ങൾ പോകുന്നു, അൻതും നിങ്ങൾ, തസ്റഊന നിങ്ങൾ കൃഷി ചെയ്യുന്നു, ഹുവ അവൻ, എൽ അബു അവൻ കളിക്കുന്നു എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അഞ്ചാമത്തെ പ്രവർത്തനം ഷിഹാബുൻ മുഹന്ദിസുൻ മാഹിറുൻ നിപുണനായിട്ടുള്ള ഒരു എഞ്ചിനീയറാണ് ഷിഹാബ്. ഉംറുഹു അവന്റെ വയസ്സ് ഹംസത്തും വ ഇശ്റൂന സന 25 വയസ്സാണ്. യംലികു അവൻ ഉടമപ്പെടുത്തിയിട്ടുണ്ട് മുഅഹിലൽ ബക്കാലൂരിയൂസ് മുഅഹില ക്വാളിഫിക്കേഷൻ BA, ബക്കാലൂരിയൂസ് ഫിൽ ഹന്ദസ എഞ്ചിനീയറിൽ BA ക്വാളിഫിക്കേഷൻ അവനുണ്ട്. മിൻ ജാമിഅത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്നും, കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഞ്ചിനീയറിൽ BA അവൻ ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ട്, ക്വാളിഫൈഡ് ആണ് അവന്. ഹുവ അവൻ യഅ്മലു ജോലി ചെയ്യുന്നു ഫി ശരിക്കത്തിൻ അംരീക്കിയ അമേരിക്കൻ കമ്പനിയിൽ ഫിൽ മംലക്കത്തിൽ അറബിയത്തി സൗദിയ സൗദി അറേബ്യയിലെ അമേരിക്കൻ കമ്പനിയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. മുൻദു സലാസത്തി സനവാത്തിൻ 3 വർഷമായിട്ട് സൗദി അറേബ്യയിലുള്ള അമേരിക്കൻ കമ്പനിയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. ദാത്ത യൗമിൻ ഒരു ദിവസം, വജദ കണ്ടെത്തി, ഫിൽ ജരീദത്തി പത്രത്തിൽ, ഇഅ്ലാനൻ ഒരു പരസ്യം, അൻ വളീഫത്തിൽ മുഹന്ദിസി എഞ്ചിനീയറിംഗിന്റെ ഒരു ജോലിയെക്കുറിച്ച്, ഫി ശരിക്കത്തിൻ ഹിന്ദിയത്തിൻ ഡൽഹിയിലെ ഇന്ത്യൻ കമ്പനിയിലെ എഞ്ചിനീയറിംഗിന്റെ ജോലി ഒഴിവുണ്ട് എന്ന് അവന് ഒരു പരസ്യം പത്രത്തിൽ കണ്ടു. അർസല അവൻ അയച്ചു, സീറത്തഹുദ്ദാത്തിയ അവന്റെ ബയോഡാറ്റ, ഇലാ തിൽക ശരിക്കത്തി ആ കമ്പനിയിലേക്ക്, അബറൽ ബരീദൽ ഇലക്ട്രോണി ഇമെയിൽ മുഖേന, വജറത്ത് നടക്കുകയും ചെയ്തു, അൽ മുഖാബലത്തു ഇന്റർവ്യൂ, ബൈനഹു അവനിടയിലും, വബൈന മുദീർ മാനേജർക്കും അവൻക്കുമിടയിൽ ഒരു ഇന്റർവ്യൂ നടന്നു. കിസ്മു തൗലീഫി കിസ്മ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ്, തൗലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ്. ജോലി നൽകുന്ന വിഭാഗത്തിന്റെ ഡയറക്ടർക്കിടയിലും ഷിയാബിനിടയിലും ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. അബറ മുക്കാലമത്തി വീഡിയോ കോൺഫറൻസിലൂടെയാണ്, വീഡിയോ കോളിലൂടെയാണ് നടക്കുന്നത്. അവിടെ വിട്ട ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണം. ഷിയാബും മുവല്ലഫ് ഉദ്യോഗസ്ഥനും തമ്മിലാണ് വീഡിയോ കോൺഫറൻസ് നടക്കുന്നത്. ഷിയാബ് ഫസ്റ്റ് പറയുകയാണ് സൊബാ അൽ ഖൈർ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പം മുവല്ലഫ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? സൊബാഹുന്നൂർ, തിരിച്ചും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. തഫല്ലൽ വരൂ, അല്ലെങ്കിൽ ഇരിക്കൂന്ന് എന്തും പറയാം. ഷിയാബ് പറയുകയാണ് ശുക്രൻ നന്ദി. മുവല്ലഫ് ചോദിക്കുകയാണ് ആരിഫ് നഫ്സക്ക, നീ നിന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്ത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാണ്. അപ്പൊ ഷിയാബ് പറയുകയാണ് അന ഷിയാബുൻ, എന്താണ് അവിടെ പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ ഷിയാബാണ്, അല്ലെങ്കിൽ ഇസ്മി ഷിയാബ്, എൻ്റെ പേര് ഷിയാബ് എന്നാണ്. മുവല്ലഫ് അപ്പൊ അവിടെ എന്തോ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഷിയാബ് പറയുന്നത് ഹംസത്തും വ ഇശ്റൂൻ 25 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിന്റെ വയസ്സ് എത്രയാണ് എന്നാവും ചോദിച്ചിരിക്കുക. മാ ഉംറുക, നിനക്ക് എത്ര വയസ്സായി? അപ്പോ ഹംസത്തും വ ഇശ്റൂൻ 25 എന്ന് ഷിയാബ് പറഞ്ഞു. മുവല്ലഫ് വീണ്ടും ചോദിക്കുകയാണ് വമാ മുഅഹിലാത്തുക, നിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ എന്താണ് എഴുതേണ്ടത്? ബക്കാലൂരിയൂസ് ഫിൽ ഹന്ദസ, എഞ്ചിനീയറിൽ BA ആണ് എന്നവിടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ മുവല്ലഫ് വീണ്ടും എന്തോ ചോദിച്ചിട്ടുണ്ട്. ഷിയാബ് ഉത്തരമായിട്ട് പറയുന്നത് ഞാൻ മദേലി, എനിക്കുണ്ട്, ഖിബ്റത്തുൻ എക്സ്പീരിയൻസ്, സലാസി സനവാത്തിൻ 3 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പൊ എന്താവും ചോദ്യം? നിന്റെ അടുക്കൽ വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴുള്ള ഉത്തരമാണ് ഞാൻ മദേലി, എനിക്കുണ്ട്, ഖിബ്റത്തു സലാസി സനവാത്തിൻ 3 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. മുവല്ലഫ് അത് കേട്ടപ്പോൾ പറയുകയാണ് സനത്തസിലു ബിക ലാഹിക്കൻ, ഉടനെ തന്നെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം.
സനത്തസിലു ബിക ലാഹിക്കൻ, ഉടനെ തന്നെ നീയുമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും. അത് കേട്ടപ്പോൾ ഷിയാബ് ശുക്രൻ, നന്ദി എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കോൺഫറൻസ് അവസാനിപ്പിച്ചു. ഇനി ലാസ്റ്റ് പ്രവർത്തനം നോക്കൂ. നുതർജിമുൽ ജുമലത്താലിയ ഇലൽ ഇൻജിലീസിയ, താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് തർജുമ ചെയ്യണം, ട്രാൻസ്ലേഷൻ ചെയ്യണം. അന അംരീക്കിയുൻ, ഞാൻ അമേരിക്കക്കാരനാണ്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ ആം ഏൻ അമേരിക്കൻ, ഞാൻ അമേരിക്കക്കാരനാണ്. മാ ഉംറുക്ക, നിന്റെ വയസ്സ് എത്രയാണ്? ഹൗ ഓൾഡ് ആർ യു? സ അത്തസിലു ബിക ഒതൻ, നാളെ ഞാൻ നീയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഐ വിൽ കോണ്ടാക്ട് യു ടുമോറോ. ഇതിലെ ബ പ്രവർത്തനം നോക്കാം. നെഹ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ ഔകഫ, ഏറ്റവും യോജിക്കുന്നത്. വനക്തുബു, നമുക്ക് എഴുതുകയും ചെയ്യാം. ഇസ്മഹാവയുടെ പേരിന്. ഇവിടെ ഏതാനും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവയിൽ ഏതാണോ ഈ സെന്റൻസിന് യോജിച്ചു വരുന്നത് അതവിടെ ചേർത്ത് കൊടുക്കണം. അന്നജാറു, ആശാരി. യസ്തഹ്ദിമു, ഉപയോഗിക്കുന്നു. സ്റ്റെതസ്കോപ്പ് ആണോ ഹാമർ ആണോ ബാസ്ക്കറ്റ് ആണോ ഉപയോഗിക്കുക? ആൻസർ എന്താണ് വരിക? ഷാക്കൂഷ് ആണ് വരിക. ഷാക്കൂഷ്. ഹാമർ, ചുറ്റിക. അടുത്തത് അൽ മുസമ്മിമു, ഡിസൈനർ. യസ്തഹ്ദിമു, ഉപയോഗിക്കുന്നു. ഇവിടെ പിക്ചറിൽ ഏതൊക്കെയാണ് കാണുന്നത്? ഇലക്ട്രിക് വാള് കാണുന്നുണ്ട്, അതുപോലെ മൺവെട്ടി കാണുന്നുണ്ട്, ഹാസുബ് കമ്പ്യൂട്ടറും കാണുന്നുണ്ട്. ഡിസൈനർ ഉപയോഗിക്കുക ഇതിലേതാണ്? ഹാസൂബാണ് വരിക അവിടെ. ഇതോടുകൂടി 6 പ്രവർത്തനങ്ങളും അവസാനിച്ചു. എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.